അങ്ങനെ കുഞ്ഞ് എമിൽഡ നടക്കാറായപ്പോ തന്നെ വീടിന് തൊട്ടടുത്തുള്ള ഡൊമിനിക്കൻ ദേവാലയത്തിലേക്ക് പോയി അവിടെ എന്നും പരിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന ഒരു പതിവാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ എമിൽഡയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. പരിശുദ്ധ കുർബാനെ ഹൃദയത്തിൽ സ്വീകരിക്കാതെ ഒരു വ്യക്തിക്ക് എങ്ങനെ മരിക്കാൻ സാധിക്കുക? ഈ ചിന്ത ഉള്ളിൽ കത്തിയപ്പം മാതാപിതാക്കളോടും വൈദികനോടൊക്കെ പറയാൻ തുടങ്ങി. 12 വയസ്സാകാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നത്. അതുകൊണ്ട് പ്രായക്കുറവിന്റെ പേരിൽ അവരത് നിരസിച്ചു. 9 വയസ്സായപ്പം എമിൽഡ ഒരിക്കൽ മാതാപിതാക്കളുടെ മുൻപിൽ ഒരു ചോദ്യം ചോദിക്കുക. എനിക്ക് ഇവിടുത്തെ ഈ ഡൊമിനിക്കൻ സന്യാസിനികളുടെ സഭയിൽ ചേരണം. പ്രായക്കുറവൊക്കെ തടസ്സമായിരുന്നു, പക്ഷെ എങ്കിലും ആഗ്രഹം തീവ്രമായിരുന്നുകൊണ്ട് ഡൊമിനിക്കൻ സന്യാസ സമൂഹം അന്ന് അങ്ങനെ ഒരു പ്രത്യേക അനുമതി എമിൽഡയ്ക്ക് കൊടുക്കുകയും ചെയ്തു. 1331 ഒരു കന്യാസ്ത്രീയായി, ഏറ്റവും പ്രായം കുറഞ്ഞ കന്യാസ്ത്രീയായി ഉടുപ്പിട്ടു. എനിക്കെന്റെ ഈശോയെ സ്വീകരിക്കാൻ പറ്റുമെന്നൊരു വലിയ ചിന്തയും ബോധ്യവും എമിൽഡ ലംബർത്തിനിയുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കനലായി കത്തിയിരുന്നു. ഈശോയോടുള്ള പ്രാർത്ഥനയിലൂടെ ഈശോയോട് എപ്പോഴും പറയും, ഈശോ എനിക്കെന്ന് അങ്ങേ സ്വീകരിക്കാൻ പറ്റും. ഇങ്ങനെ കൊതിയോടെ എമിൽഡ കാത്തിരിക്കുമായിരുന്നു. മഠത്തിലുള്ള സിസ്റ്റേഴ്സിനോടൊക്കെ ദിവ്യകാരുണ്യ ഈശോയെക്കുറിച്ച് പറയുക, ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് പറയുക, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് പറയുക, ഇങ്ങനെയൊക്കെ എമിൽഡ ചെയ്തിരുന്നു.